എന്തായാലും ലാൽകുമാർ പ്രധാനമന്ത്രി ഒരു കാര്യം പറഞ്ഞിരുന്നു. അതായത് ആസാദി കാ അമൃത മഹോത്സവം എന്ന് അദ്ദേഹം വലിയ കൊട്ടിഘോഷിച്ചുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഇപ്പോഴാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഡൽഹിയിൽ, പ്രത്യേകിച്ചും ജന്തർ മന്ദിറിലെ ആ വേദിയിലൊക്കെ തന്നെ. എന്തായാലും അത്രമേൽ ആഹ്ലാദ തിമിർപ്പിലാണ്. നമുക്കറിയാം, ദേശീയഗാനവും ദേശഭക്തി ഗാനവും ഒക്കെ ആലപിച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ആ വിധിയെ അല്ലെങ്കിൽ ആ ഒരു പ്രഖ്യാപനത്തെ ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ഒപ്പം തന്നെ നോക്കൂ, മരിച്ച വിദ്യാർത്ഥികളുടെ പേര് എടുത്തു പറഞ്ഞുകൊണ്ട് അവർക്ക് വേണ്ടി സമർപ്പിക്കുന്നു ഈ വിജയം എന്നടക്കം CJP നേതാവ് അഭിജിത് ദീപ്കെ നേരത്തെ പറഞ്ഞതൊക്കെ നമ്മൾ കേട്ടതാണ്. എന്തായാലും അത്തരത്തിലായിരുന്നു ഒരു CJPയുടെ സമരങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, ഈ കഴിഞ്ഞ 30 ദിവസവും നമ്മൾ കണ്ടു, 35 ദിവസവും നമ്മൾ കണ്ടു. എത്രത്തോളം പ്രകോപനം ഉണ്ടാകുന്നു അത്രത്തോളം ശാന്തരാകുന്നു ഈ CJP പ്രവർത്തകർ എന്നുള്ളതാണ്. അവിടെ സോനം വാങ്ചുക്, ഈ ഒരു വിജയം എന്ന് പറയുന്നത് CJPക്കാരുടെ മാത്രമല്ല, സോനം വാങ്ചുക്കിന്റെ വിജയമാണ്. അവിടെ എത്തിയിട്ടുള്ള മറ്റ് വിദ്യാർത്ഥി സംഘടനകളുടെ വിജയമാണ്. അവിടെ സെലിബ്രിറ്റീസ് ഒരുപാട് പേര് വന്നിട്ടുണ്ടായിരുന്നു, അവരുടെ വിജയമാണ്. പ്രതിപക്ഷ MP-മാരുടെ കൂടി വിജയമാണ്. ഒപ്പം ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം മാധ്യമ പ്രവർത്തകരുടെ വിജയമാണ്. കാരണം കഴിഞ്ഞ ദിവസം അഭിജിത് ദീപ്കെ അദ്ദേഹം പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. അതായത് ദേശീയ മാധ്യമങ്ങൾ പലരും ഈ വാർത്ത മുക്കിയപ്പോൾ കേരളത്തിലുള്ള മാധ്യമങ്ങൾ വിടാതെ പോലും ഇവിടെ നിന്നുകൊണ്ട് ഇത്തരത്തിൽ റിപ്പോർട്ട് നടത്തി എന്നൊരു കാര്യം അദ്ദേഹം എടുത്തു പറയുന്ന ഒരു സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. ലാൽകുമാർ, കേൾക്കാമോ? കേൾക്കാം. ഇന്ന് തീർച്ചയായും അത്തരം പ്രതികരണങ്ങൾ തന്നെയാണ് ഇവിടെ സമരവേദിയിൽ നമ്മൾ നിൽക്കുമ്പോഴും ആ ആഹ്ലാദം അവർക്ക് നമ്മളോടുണ്ട്. കാരണം ദേശീയ മാധ്യമങ്ങളെ അവർ ഗോതിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കുന്ന വീഡിയോ പലതരത്തിലാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവർക്ക് അനുകൂലമായി നിൽക്കുന്ന അല്ലെങ്കിൽ യുവാക്കൾക്ക് വേണ്ടി സംസാരിക്കുന്ന മാധ്യമങ്ങളെ അവർ വീശി എതിരേൽക്കുന്നു. അവർക്ക് കഴിയാൻ ഭക്ഷണം നൽകുന്നു, കുടിക്കാൻ വെള്ളം നൽകുന്നു. അത്തരത്തിൽ വലിയ സ്വീകരണമാണ് നൽകിയിരിക്കുന്നത്. കാരണം ജനങ്ങളുടെ വിഷയം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ വിഷയം നിങ്ങളാണ് ഏറ്റെടുത്തിരിക്കുന്നത് എന്ന് മാധ്യമങ്ങളോട് അവർ നമ്മളോട് ഉൾപ്പെടെ തുറന്നു പറയുന്നു. അത്തരത്തിൽ ഈ സമരം വിജയിപ്പിക്കാൻ പ്രതിപക്ഷത്തിനും ഉൾപ്പെടെ അല്ലെങ്കിൽ മാധ്യമങ്ങൾക്ക് ഉൾപ്പെടെ വലിയ പങ്കാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിൽ ഉണ്ടായത് എന്ന് തറപ്പിച്ച് പറയാം. മാത്രമല്ല, ഇന്നും സംഘർഷം പോലീസ് അവിടെ ബോധപൂർവം ഉണ്ടാക്കാൻ ശ്രമിച്ചു. ആ ഒരു സംഘർഷത്തിനിടയിൽ നിന്നാണ് ഈ രാജ്യവാർത്ത പുറത്തു വരുന്നത്. ആ തരത്തിൽ പോലും ഒട്ടും നേതാക്കൾ ഉൾപ്പെടെ BJP നേതാക്കൾ ഉൾപ്പെടെ അവരുടെ ഭാഗത്താണ് ശരിയെങ്കിൽ പോലും സംഘർഷത്തിലേക്ക് കടക്കരുത് എന്ന രീതിയിലേക്ക് അവരുടെ പ്രവർത്തകരോട് പോലീസ് വാഹനത്തിന് മുകളിൽ കയറി അഭ്യർത്ഥിക്കുന്നു. കൈകൊണ്ട് സമാധാനപ്രിയരായി നിൽക്കൂ എന്ന് അവർ അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷമാണ് അവർ ഈ ചർച്ചയിൽ പോലും പങ്കെടുത്തത് എന്നാണ് നമ്മൾ കാണുന്നത്. കാരണം സമാധാനത്തിന്റെ പാതയിൽ മാത്രമേ 35 ദിവസത്തെ സമരം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ എന്ന് അവർക്കറിയാം. മാത്രമല്ല, സോനം വാങ്ചുക്കാണ് ഈ സമരത്തിന്റെ 2ാം ഘട്ടം നയിച്ചത് എന്ന് വേണം പറയാൻ. അദ്ദേഹത്തിന് നിരാഹാര സമരം രാജ്യം ശ്രദ്ധിച്ചു. കൂടുതൽ പ്രതിപക്ഷം CJPക്ക് അനുകൂലമല്ലാഞ്ഞിട്ട് പോലും പ്രതിപക്ഷം സോനം വാങ്ചുക്കിനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമരവേദിയിലേക്ക് എത്തുന്നു. 2ാം ഘട്ടം സോനം വാങ്ചുക്കിനെ അറസ്റ്റ് ചെയ്തതിന് ശേഷമാണ് അതോടുകൂടി വിദ്യാർത്ഥികളുടെ മറ്റൊരു സ്ഥലം രാജ്യം കണ്ടു. അവർ പാർലമെന്റ് മാർച്ച് പ്രഖ്യാപിക്കുന്നു. പ്രകാശ് രാജ് എന്ന മനുഷ്യനെ മറന്നുകൂടാ. അദ്ദേഹം ആ വാഹനത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ആ വിദ്യാർത്ഥികൾക്ക് നൽകിയ പ്രതീക്ഷ ചെറുതല്ല. അദ്ദേഹം ആ രാത്രി അവിടെ തുടർന്നു. അത്തരത്തിൽ കുറേയധികം സെലിബ്രിറ്റികൾ നമ്മളിപ്പോൾ കണ്ടു. കേരളത്തിൽ നിന്ന് രഞ്ജിനി ഹരിദാസ് ഉൾപ്പെടെ ഇവിടെ വന്നു. അത്തരത്തിൽ പലരും ഈ സമരത്തെ ഒരു ന്യൂട്രൽ മനോഭാവത്തിൽ ഇടപെടുകയാണ് ഇപ്പോൾ KC വേണുഗോപാൽ മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അതിലേക്ക് രാഷ്ട്രീയത്തിൽ